Welcome to our environmental science class. Look at this. What is this? Yes, it is a fish. Where can we see fish? Yes, we can see it in water. Can we see it on land? No. Why? Because it can't breathe on land. Now, look at this. Yes, these are the parts of a fish. We all have so many parts in our body, like nose, ears, eyes, mouth, head, hands, legs, etc. There are so many parts in our body. These all parts in our body have their own functions. Like hands are for writing, legs are for walking, standing, ears are for hearing, eyes are for seeing, etc. Like this, the parts of fish have their own function. Let us discuss it. This is the mouth, nostril, eye, spiny rays, dorsal fins, soft rays, lateral line, caudal fin, anal fin, pectoral fin, pelvic fin, gill cover. Do you know how fish breathe in water? Okay, I will tell you. First of all, fish gulp the water through its mouth. The water enters the mouth and passes through gills under the gill cover. Then the blood in gills absorb the oxygen that is dissolved in water and excrete the remaining water through gill cover. That is, അതായത് മത്സ്യം വെള്ളത്തെ വിഴുങ്ങുന്നു. വായിലൂടെ വെള്ളത്തെ വിഴുങ്ങുമ്പോൾ ആ വെള്ളം ഈ ഗിൽ കവർ എന്ന് വെച്ചാൽ ചെകിളമൂടി എന്ന് പറയാം. ചെകിളമൂടിയുടെ താഴെ ചെകിളപ്പൂവ് അല്ലെങ്കിൽ ചെകിളയുണ്ട്, ഗിൽസ് ഉണ്ട്. ആ ഗിൽസിൽ അവിടേക്ക് എത്തും. അപ്പോൾ ഗിൽസ് നല്ല ചുവന്നിരിക്കുക. നമ്മൾ മീനൊക്കെ നന്നാക്കുമ്പോൾ അമ്മയോട് ചോദിച്ചാൽ മതി, അമ്മ എനിക്ക് ചെകിളപ്പൂവ് ഒന്ന് കാണിച്ചു തരുമോ, അതായത് ഗിൽസ് ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് കാണിച്ചു തരും. അപ്പോൾ അത് നല്ല റെഡ് കളറായിരിക്കും. അതിന് റെഡ് കളർ നൽകുന്നത് എന്താണ്? ബ്ലഡാണ് അല്ലേ? ആ ബ്ലഡ് എന്ത് ചെയ്യും? ഈ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഓക്സിജനെ വലിച്ചെടുക്കും. എന്നിട്ട് ബാക്കി വരുന്ന വെള്ളം ഈ ചെകിളമൂടി വഴി പുറത്തേക്ക് തള്ളും. അങ്ങനെയാണ് ഫിഷ് വെള്ളത്തിനുള്ളിൽ ശ്വസിക്കാൻ പറ്റുന്നത്. ഫിഷിന് വെള്ളത്തിനുള്ളിൽ ശ്വസിക്കാൻ പറ്റുന്നത് അങ്ങനെയാണ്. അതായത് വെള്ളം ഫിഷ് വായിലൂടെ വലിച്ചെടുക്കുമ്പോൾ ആ വെള്ളം ഈ മൂടിയുടെ താഴെയുള്ള ചെകിളപ്പൂവിൻ്റെ അവിടേക്ക് എത്തും. ആ ചെകിളപ്പൂവിലെ രക്തം ആ വെള്ളത്തിലെ ഓക്സിജനെ വലിച്ചെടുക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ശ്വസിക്കുന്നത് എന്താണ്? വായുവിലുള്ള ഓക്സിജനാണ് അല്ലേ? അതേപോലെ ഫിഷ് എന്ത് ചെയ്യും? ശ്വസിക്കുന്നത് വെള്ളത്തിലുള്ള ഓക്സിജനാണ്. ആ വെള്ളത്തിലുള്ള ഓക്സിജനെ വലിച്ചെടുത്തിട്ട് ബാക്കിയുള്ള വെള്ളം എന്ത് ചെയ്യും? ഈ ഗിൽ കവർ വഴി, അതായത് ചെകിളമൂടി വഴി പുറത്തേക്ക് തള്ളുന്നു. അങ്ങനെയാണ് മത്സ്യം എന്ത് ചെയ്യുന്നത്? വെള്ളത്തിൽ ശ്വസിക്കുന്നത്. അതേപോലെ തന്നെ മത്സ്യത്തിന് കുറേയധികം ചിറകുകളുണ്ട്. അതൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഡോർസൽ ഫിൻസ്, ലാറ്ററൽ ഫിൻ, ഏനൽ ഫിൻ, പെക്ട്രൽ ഫിൻ, പെൽവിക് ഫിൻ ആൻഡ് കോഡൽ ഫിൻ. കോഡൽ ഫിൻ എന്ന് വെച്ചാൽ എന്താണ്? വാൽച്ചിറക്. ഈ വാൽച്ചിറകാണ് മത്സ്യത്തിന് ഡയറക്ഷൻ ചെയ്യുന്നത്. മത്സ്യത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് ഈ വാൽച്ചിറകാണ്. ഇനി നമുക്ക് ഈ മത്സ്യത്തിന് എന്താണ്? ഈ വെള്ളത്തിൽ താമസിക്കാനായിട്ട് കുറേ അധികം സവിശേഷതകളൊന്നും കണ്ടല്ലേ? നൗ ലുക്ക് അറ്റ് ദിസ്. വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ദാറ്റ് ഹെൽപ്പ് എ ഫിഷ് ടു ലിവ് ഇൻ വാട്ടർ? ഫസ്റ്റ് വൺ, എ ഫിഷ് ക്യാൻ
ബ്രീത്ത് ദ എയർ ഇൻ വാട്ടർ. അതായത് വെള്ളത്തിലെ വായുവിനെ വലിച്ചെടുക്കാൻ, ശ്വസിക്കാനായിട്ട് മത്സ്യത്തിന് സാധിക്കുന്നു. നെക്സ്റ്റ്, ഗിൽസ് ഹെൽപ്പ് ടു ബ്രീത്ത് ഇൻ വാട്ടർ. അതിന് മത്സ്യത്തിനെ സഹായിക്കുന്നത് ആരാന്നാ പറഞ്ഞേ? ചെകിളപ്പൂവ് അല്ലെങ്കിൽ ചെകിളയാണ് മത്സ്യത്തിനെ വെള്ളത്തിലെ ഓക്സിജനെ വലിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്നത്. ഗിൽസ്. ഫിൻസ് ഹെൽപ്പ് ടു സ്വിം ഇൻ വാട്ടർ. ഫിൻസ് എന്ന് വെച്ചാൽ എന്താന്ന് പറഞ്ഞു? ചിറകുകൾ, പലതരം ചിറകുണ്ടെന്ന് പറഞ്ഞു അല്ലേ? മേൽച്ചിറകും കീഴ്ച്ചിറകും ഉണ്ട്, അതേപോലെ തന്നെ വാൽച്ചിറകുണ്ട്. ഈ ചിറകുകളെല്ലാം മത്സ്യത്തെ വെള്ളത്തിൽ നീന്താനായിട്ട് സഹായിക്കുന്നു. The boat-like shape with both ends pointed enables the fish to move through water. അതായത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചാൽ അറിയാം, ഫിഷിൻ്റെ ആകൃതി എങ്ങനെയാണ്? ഒരു തോണി പോലെയാണല്ലേ? രണ്ടറ്റവും കൂർത്ത ഒരു തോണി പോലെയാണ് ഫിഷിൻ്റെ ആകൃതി. അത് ഫിഷിന് വെള്ളത്തിൽ അതിവേഗം സഞ്ചരിക്കാനായിട്ട് സാധിക്കുന്നു. ക്വാഡൽ ഫിൻസ് ഹെൽപ്പ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ. അതായത് വാൽച്ചിറക് ഈ മത്സ്യത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നു. അതായത് ഇപ്പം നമ്മളൊരു സൈക്കിളിൽ യാത്ര ചെയ്യണമെങ്കിൽ സൈക്കിളിൻ്റെ ഹാൻഡിൽ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വശത്തേക്ക് സൈക്കിൾ നീങ്ങും അല്ലേ? അതേപോലെ തന്നെ സൈക്കിളിൻ്റെ ഹാൻഡിൽ വലത്തോട്ട് തിരിക്കുകയാണെങ്കിൽ വലത്തോട്ടേക്ക് സൈക്കിൾ നീങ്ങും. അതേപോലെ തന്നെ ഈ വാൽച്ചിറക് ഈ മത്സ്യത്തിനെ അതിൻ്റെ ഗതി നിർണ്ണയിക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്? മത്സ്യത്തിന് അതിൻ്റെ വാസസ്ഥലം, അതായത് അത് വസിക്കുന്ന സ്ഥലം എവിടെയാണ്? വാട്ടർ. ആ വെള്ളത്തിൽ ജീവിക്കാനായിട്ടുള്ള അതിൻ്റെ സവിശേഷതകളാണ് നമ്മളിപ്പോൾ കണ്ടത് അല്ലേ? അപ്പോൾ വെള്ളത്തിൽ മത്സ്യത്തിന് ജീവിക്കാൻ വേണ്ട കുറേയധികം സവിശേഷതകൾ നമ്മൾ കണ്ടു. ഇതേപോലെ ഈ ലോകത്തിലുള്ള എല്ലാ ജീവികൾക്കും അതിൻ്റെ വാസസ്ഥലത്ത് വസിക്കുന്നതിന് കുറേയധികം സവിശേഷതകളുണ്ട്. അങ്ങനെയുള്ള സവിശേഷതയെ പറയുന്ന പേരാണ് അഡാപ്റ്റേഷൻ, അതായത് അനുകൂലനം എന്ന് പറയും. അതായത് ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള സവിശേഷതകളെ പറയുന്ന പേരാണെന്ത്? അനുകൂലനം അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ. ദാറ്റ് ഈസ്, what do you mean by adaptation? An organism has certain peculiarities that help it to live in its dwelling place. This is called adaptation. അതായത് എല്ലാ ജീവികൾക്കും, അതായത് ഇപ്പോൾ തവള എവിടെയൊക്കെ ജീവിക്കും? വെള്ളത്തിലും ജീവിക്കും, കരയിലും ജീവിക്കും അല്ലേ? അപ്പോൾ വെള്ളത്തിലും കരയിലും ജീവിക്കാനായിട്ട് തവളയ്ക്ക് അതിൻ്റേതായ കുറേ സവിശേഷതകളുണ്ട്. ആ സവിശേഷതകളാണ് തവളയുടെ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അനുകൂലനം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ് പെൻഗിൻ എവിടെ ജീവിക്കുന്നത്? മഞ്ഞുള്ള സ്ഥലത്താണല്ലേ? ആ മഞ്ഞുള്ള സ്ഥലത്ത് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് പെൻഗിനും കുറേയേറെ സവിശേഷതകൾ അതിൻ്റെ ബോഡിയിലുണ്ട്. അങ്ങനെയുള്ള സവിശേഷതകളാണ് പറയുന്ന പേരാണ് എന്ത്? ആ പെൻഗിൻ്റെ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഈ ലോകത്തിലുള്ള ഓരോ ജീവികൾക്കും, ജീവികൾ എന്ന് പറയുമ്പോൾ അനിമൽസ് മാത്രമല്ല കേട്ടോ, അവിടെ എന്തുണ്ട്? പ്ലാന്റ്സും ഒരു ജീവിയാണല്ലേ? ലിവിങ് ഓർഗാനിസമാണ് പ്ലാന്റ്സ്. അപ്പോൾ പ്ലാന്റ്സിനും അതേപോലെ തന്നെ അനിമൽസിനും അങ്ങനെ ഓരോ ജീവജാലങ്ങൾക്കും അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുവാനുള്ള കുറേയേറെ സവിശേഷതകളുണ്ട്. അതിനെ പറയുന്ന പേരാണെന്ത്? അഡാപ്റ്റേഷൻ. വൺസ് അഗൈൻ ഐ വിൽ റീഡ്. അഡാപ്റ്റേഷൻ. An organism has certain peculiarities that help it to live in its dwelling place. Dwelling place എന്ന് പറഞ്ഞാൽ എന്താണ്? വാസസ്ഥലം. This is called adaptation. അതായത് ഓരോ ജീവിക്കും അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറേയേറെ സവിശേഷതകളുണ്ട്. അതിനെ പറയുന്ന പേരാണെന്ത്? അഡാപ്റ്റേഷൻ.
അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്ത് കുറച്ച് ജീവികളുടെ അഡാപ്റ്റേഷൻസ് പഠിക്കാനുണ്ട്. എല്ലാ ജീവികളുടെയും നമുക്ക് അഡാപ്റ്റേഷൻസ് ഒറ്റയടിക്ക് നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് നമ്മുടെ ചുറ്റുപാടും കാണുന്ന കുറച്ച് ജീവികളുടെ അഡാപ്റ്റേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ലെറ്റ് us have a look. Adaptations of some animals. First one is water lily and lotus. അപ്പോൾ എന്താണ് വാട്ടർ ലില്ലി ആൻഡ് ലോട്ടസ്? അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? വാട്ടർ ലില്ലിയും പിന്നെ ലോട്ടസും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ വാട്ടർ ലില്ലിയും ലോട്ടസും എവിടെയാണ് വസിക്കുന്നത്? വെള്ളത്തിൽ. പക്ഷേ വെള്ളത്തിൽ അവർ സാധാരണ നമ്മൾ വെള്ളത്തിൽ കുറച്ച് ഒരു ബക്കറ്റിൽ ഏതെങ്കിലും ഒരു ചെടി കൊണ്ടുവന്നിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എന്തുണ്ടാവും? കുറച്ച് 2 ദിവസം കഴിയുമ്പോഴത്തേനും അത് ചീഞ്ഞ് ആകെ വളരെ പൊട്ട മണം വരല്ലേ? പക്ഷേ ഈ വാട്ടർ ലില്ലിയും ലോട്ടസും ഒക്കെ വെള്ളത്തിൽ കിടന്നിട്ട് ചീയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? അവർക്ക് അവരുടെ വാസസ്ഥലം എവിടെയാ? വെള്ളം. വെള്ളത്തിൽ താമസിക്കുന്നതിനുള്ള കുറേ അധികം സവിശേഷതകളുണ്ട്. അതിലൊരു സവിശേഷതയാണ് എന്ത്? അതിന് വെള്ളത്തിൽ കിടന്നാലും ചീയില്ല എന്നുള്ളത്. അതൊക്കെയാണ് അവരുടെ അഡാപ്റ്റേഷൻസ് അല്ലെങ്കിൽ അനുകൂലനം എന്ന് പറയുന്നത്. അതേതൊക്കെയാന്ന് നോക്കാം. അഡാപ്റ്റേഷൻസ് ഓഫ് വാട്ടർ ലില്ലി ആൻഡ് ലോട്ടസ്. ദേ ഡു നോട്ട് ഡീകേ ഇൻ വാട്ടർ. അതായത് അവർ എന്ത് ചെയ്യില്ല എന്ന് പറഞ്ഞേ? ചീഞ്ഞളിയില്ല. വെള്ളത്തിൽ കിടന്നാലും ചീയില്ല. ദ ലീവ്സ് ഫ്ലോട്ട് ഓൺ വാട്ടർ സർഫേസ്. അവരുടെ ലീവ്സ് എങ്ങനെയാ? വെള്ളത്തിൽ പൊന്തിക്കിടക്കും അല്ലേ? വെള്ളത്തിൽ പൊന്തിക്കിടക്കും. വാക്സ് കോട്ടിംഗ് ഓൺ ദ ലീവ്സ്. അവരുടെ ലീവ്സിൽ എങ്ങനെയാ? മെഴുകു പോലത്തെ ആവരണം ഉണ്ട്. അവരുടെ ഇലകളിൽ മെഴുകു പോലത്തെ ആവരണം ഉണ്ട്. അതുകൊണ്ടാണ് അത് വെള്ളത്തിൽ ചീഞ്ഞു പോകാത്തത്. എയർ കാവിറ്റീസ് ഇൻ ലീഫ് ആൻഡ് പീറ്റിയോൾ. അതായത് അവരുടെ ഇലയിലും ഇലഞ്ഞെട്ടിയിലും എന്തുണ്ട്? വായുവിൻ്റെ അറകളുണ്ട്. ദ ഫ്ലവർ റിമെയിൻസ് ഇറക്റ്റ് എബവ് ദ വാട്ടർ ലെവൽ. വെള്ളത്തിന് മുകളിൽ ഈ പൂവ് എങ്ങനെ നിൽക്കാം? നല്ല നിവർന്നാണ് നിൽക്കുന്നത് അല്ലേ? വാടിക്കുറഞ്ഞൊന്നല്ല നിൽക്കുന്നല്ലേ? എങ്ങനെ നിൽക്കുന്നേ? നിവർന്ന് നിൽക്കുന്നുണ്ട്. ഇനി ദേ ഹാവ് സ്ട്രോങ് റൂട്ട് സിസ്റ്റം. അവരുടെ റൂട്ട് അതായത് വേരുകൾക്ക് നല്ല ഉറപ്പുള്ള വേരുകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ അഡാപ്റ്റേഷൻസ്. വാട്ടർ ലില്ലിയുടെയും ലോട്ടസിൻ്റെയും അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് അവരെ വെള്ളത്തിൽ ജീവിക്കാനായിട്ട് സഹായിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് പറയുന്നത്? വാട്ടർ ലില്ലിയുടെയും ലോട്ടസിൻ്റെയും അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് ഫ്രോഗ് തവള അല്ലേ? Where can we see frog? Yes, we can see frog both in water and on land. Yes. Now, what are the adaptation? Look at this. They have the slippery body. അതായത് അവർക്ക് വഴുവഴുപ്പുള്ള ശരീരമാണ് അവരുടെ. സ്കിൻ ജോയിൻറ്റഡ് ഡിജിറ്റ്സ്. അവരുടെ കാൽപാദങ്ങൾ എങ്ങനെയാണ്? ഈ തൊലി ചർമ്മബന്ധിതമാണ് അല്ലേ? തൊലി ഇങ്ങനെ ചേർത്ത് വെച്ച് ചർമ്മബന്ധിതമാണ് അവരുടെ പാദങ്ങൾ. ദ ലിംസ് ഹെൽപ്പ് ഇറ്റ് ടു ഹോപ്പ് ഓൺ ദ ലാൻഡ്. അവരുടെ കാലുകൾ എന്ത് ചെയ്യും? അവരെ എങ്ങനെയാണ് കരയിൽ എങ്ങനെയാണ് നടക്കുകയാണ് ചെയ്യുക? അല്ല, തവളകൾ എന്താ ചെയ്യുക? ചാടി പോകല്ലേ? ഹോപ്പ് എന്ന് വെച്ചാൽ എന്താ? ചാടാനായിട്ട് അവരെ സഹായിക്കുന്നത് അവരുടെ ലിംസാണ്, കാലുകളാണ്. ദ ഫ്രോഗ് ക്യാൻ ബ്രീത്ത് ത്രൂ ദ സ്കിൻ വൈൽ ഇൻ വാട്ടർ ആൻഡ് ഇറ്റ് ക്യാൻ ബ്രീത്ത് ത്രൂ ദ നോസ്ട്രിൽസ് വൈൽ ഓൺ ലാൻഡ്. അതായത് വെള്ളത്തിലായിരിക്കുമ്പോൾ അവർ ശ്വസിക്കുന്നത് എന്ത് വഴിയാണ്? തൊലി വഴി. അവരുടെ തൊലി വഴിയാണ് അവർ ശ്വസിക്കുന്നത്. അതേപോലെ തന്നെ കരയിലായിരിക്കുമ്പോൾ അവർ ശ്വസിക്കുന്നത് അവരുടെ മൂക്ക് വഴിയാണ് അവർ ശ്വസിക്കുന്നത്. അപ്പോൾ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഒരു ജീവിയാണ് തവള. ആ 2 വാസസ്ഥലത്തും ജീവിക്കുവാനായിട്ട് അവർക്ക് കുറേയേറെ സവിശേഷതകളുണ്ടെന്ന് നമ്മൾ കണ്ടു ഇല്ലേ? അപ്പോൾ ഇതേപോലെ തന്നെ അടുത്തത് നമുക്ക് നോക്കാം.
Next we have duck. What is this? Duck, താറാവ്. What are the adaptations of a duck? Oily feathers. They have oily feathers. Oily feathers എന്ന് വെച്ചാൽ എന്താ? എണ്ണമയമുള്ള തൂവലുകൾ. താറാവിനെ കണ്ടിട്ടില്ലേ? താറാവ് എവിടെ ജീവിക്കുക? വെള്ളത്തിലും ജീവിക്കും, കരയിലും ജീവിക്കും അല്ലേ? ആ താറാവുകളുടെ മേൽ വെള്ളം വീണാലും ആ വെള്ളം ഇങ്ങനെ എന്താ പറയുക, അതിനെ പറ്റിയൊന്നും പിടിക്കില്ല, അതിങ്ങനെ ഊർന്നു പോവും. അതാണ് ഓയിലി ഫെദേഴ്സ്, എണ്ണമയമുള്ള തൂവലുകളാണ് അവർക്കുള്ളത്. വെബ്ഡ് ഫീറ്റ്. വെബ്ഡ് ഫീറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ചർമ്മബന്ധിതമായ കാലുകളാണ് അവർക്കുള്ളത് അല്ലേ? ചർമ്മബന്ധിതമായ കാലുകളാണ് അവർക്കുള്ളത്. അതേപോലെ തന്നെ flat beak, that is suitable for feeding from water and mud. അവരുടെ കൊക്ക് എങ്ങനെയാണ്? പരന്ന കൊക്കാണല്ലേ. ആ പരന്ന കൊക്ക് അവർക്ക് വെള്ളത്തിൽ നിന്നും കരയിൽ നിന്നും എന്താണ് അവരുടെ പ്രേസ്, അതായത് അവർ ജീവജാലങ്ങളെ കഴിക്കാനായിട്ട് അവരെ സഹായിക്കും, അവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അവരെ സഹായിക്കും. മഡ് എന്ന് വെച്ചാൽ ചെളി, ചെളിയിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഫീഡ് ചെയ്യാനായിട്ട് അവരെ ഈ പരന്ന കൊക്കുകൾ സഹായിക്കും. ഇതൊക്കെയാണ് ഡക്കിൻ്റെ അഡാപ്റ്റേഷൻസ്. ദാറ്റ് ഈസ് ദീസ് ആർ ദ അഡാപ്റ്റേഷൻസ് ഓഫ് ഡക്ക്. നെക്സ്റ്റ് ഈസ് ക്രോക്കഡൈൽ. വാട്ട് ഈസ് ദിസ്? ക്രോക്കഡൈൽ. എല്ലാവരും ക്രോക്കഡൈലിനെ കണ്ടിട്ടുണ്ടാവും അല്ലേ? മുതല, സൂയിലൊക്കെ പോകുമ്പോൾ നമ്മൾ മുതലിനെ കണ്ടിട്ടില്ലേ? ഈ ക്രോക്കഡൈലിൻ്റെ പ്രത്യേകത എന്താ? ഇവരും വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവിയാണ് അല്ലേ? ദെൻ നൗ വാട്ട് ആർ ദ അഡാപ്റ്റേഷൻസ് ഓഫ് ദീസ് ക്രോക്കഡൈൽ? ദേ ഹാവ് സ്ലിമ്മി ബോഡി, അതായത് മെലിഞ്ഞ് നീണ്ട ബോഡിയാണ് അവരുടേത്. ലോങ് ടെയിൽ ആൻഡ് ലെഗ്സ് ഹെൽപ്പ് ടു മൂവ് ഇൻ വാട്ടർ ആൻഡ് ലാൻഡ്. അവരുടെ വാലുകൾ എങ്ങനെയാ? നീണ്ട വാലുകളാണല്ലേ. അതേപോലെ തന്നെ കാലുകളും അത് എന്ത് ചെയ്യുന്നു? വെള്ളത്തിലും അതേപോലെ കരയിലും നീങ്ങാനായിട്ട് അവരെ സഹായിക്കുന്നു. സ്യൂട്ടബിൾ ബോഡി ഫോർ വാട്ടർ മൂവ്മെൻറ്റ്. വെള്ളത്തിൽ നന്നായിട്ട് സഞ്ചരിക്കാനായിട്ടുള്ള നല്ല പ്രത്യേകതയുള്ള ബോഡിയാണ് അവരുടേത്. സ്ട്രോങ് ഷാർപ്പ് ടീത്ത്. അവരുടെ പല്ലുകൾ എങ്ങനെയാ? കൂർത്ത പല്ലുകളാണ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? കൂർത്ത പല്ലുകളാണ് അവർക്കുള്ളത്. അപ്പം ഇതെല്ലാമാണ് ദീസ് ആർ ദ അഡാപ്റ്റേഷൻസ് ഓഫ് ക്രോക്കഡൈൽ. ഇതെല്ലാമാണ് എന്ത്? ക്രോക്കഡൈലിൻ്റെ അനുകൂലനങ്ങൾ, മുതലയുടെ അനുകൂലനങ്ങൾ. നെക്സ്റ്റ് ഈസ് ടോട്ടസ്. വാട്ട് ഈസ് ദിസ്? ടോട്ടസ്, അതായത് ആമ. ആമയുടെ അനുകൂലനം അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ബോഡി ഈസ് സ്ലിപ്പറി. അവരുടെ ബോഡി എങ്ങനെയാ? വഴുവഴുന്നിരിക്കുന്ന ബോഡിയാണ് ടോട്ടസിൻ്റേത്. ലിംസ് ഹെൽപ്സ് ടു മൂവ് ഓൺ ലാൻഡ്. അവരുടെ അവയവങ്ങൾ എന്ത് ചെയ്യുന്നു? കരയിൽ സഞ്ചരിക്കാനായിട്ട് അവയെ സഹായിക്കുന്നു. വെബ്ഡ് ഫീറ്റ് ഹെൽപ്പ് ടു സ്വിം. അതേപോലെ തന്നെ എന്താണ്? ചർമ്മബന്ധിതമായ കാലുകൾ അവയെ വെള്ളത്തിൽ നീന്താനായിട്ട് സഹായിക്കുന്നു. ദീസ് ആർ ദ അഡാപ്റ്റേഷൻസ് ഓഫ് ടോട്ടസ്. നെക്സ്റ്റ് ഈസ് സ്നേക്ക്. നമ്മളെല്ലാവരും സ്നേക്കിനെ കണ്ടിട്ടുണ്ടല്ലേ? കുറേ പാമ്പുകളൊക്കെ എന്ത് ചെയ്യും? വെള്ളത്തിൽ കൂടെ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതേപോലെ തന്നെ കരയിലും താമസിക്കുന്നവരാണെന്ത്? സ്നേക്ക്. ബോഡി സ്യൂട്ടബിൾ ടു മൂവ് ഇൻ വാട്ടർ. അതിൻ്റെ ബോഡി, അതായത് അതിൻ്റെ ശരീരം എന്താണ്? വെള്ളത്തിൽ കൂടെ സഞ്ചരിക്കാനായിട്ട് അതിനെ സഹായിക്കുന്ന തരത്തിലുള്ള ശരീരമാണ് അതിനുള്ളത്. സ്കെയിൽസ് ഇൻ ദ അബ്ഡോമൻ ഹെൽപ്പ് ടു മൂവ് ഓൺ ലാൻഡ്. അതിനെ കരയിൽ സഞ്ചരിക്കാനായിട്ട് അതിൻ്റെ ഉടലിലെ ശൽക്കങ്ങൾ അതിനെ സഹായിക്കുന്നു കരയിൽ സഞ്ചരിക്കാനായിട്ട്. These are the adaptations of snake. These are the adaptations of a snake. Next is crane. എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ കൊക്കിനെ? കൊക്ക് എവിടെ നമ്മൾ കാണാം? കൂടുതലും നമ്മൾ കാണാം പാടത്താണ് അല്ലേ? കൊക്കിൻ്റെ പ്രത്യേകത എന്താണ്? ദേ ഹാവ്
ലോങ് ലെഗ്സ്, വലിയ നീണ്ട കാലുകളുണ്ട്. ലോങ് നെക്ക്, വലിയ നീണ്ട കഴുത്തുണ്ട്. ലോങ് ആൻഡ് പോയിൻറ്റഡ് ബീക്ക്, വലിയ നീണ്ട കൂർത്ത എന്തുണ്ട്, ചുണ്ടുണ്ട് അല്ലേ, കൊക്കുണ്ട് ഉണ്ട് അതിനല്ലേ. ഇതൊക്കെയാണ് കൊക്കിൻ്റെ അഡാപ്റ്റേഷൻസ്. അതായത് ലോങ് ലെഗ്സ്, ലോങ് നെക്ക്, ലോങ് ആൻഡ് പോയിൻറ്റഡ് ബീക്ക്. നെക്സ്റ്റ് ഈസ് കിങ്ഫിഷർ. വാട്ട് ഈസ് ദിസ്? കിങ്ഫിഷർ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? കിങ്ഫിഷറിനെ പൊന്മാൻ എല്ലാവരും കണ്ടിട്ടില്ലേ? കിങ്ഫിഷർ എവിടെയായിരിക്കും കൂടുതൽ കാണുക? ഈ കുളവും പുഴയൊക്കെ ഉള്ളിടത്തായിരിക്കും കൂടുതൽ കാണുക. കാരണം എന്തുകൊണ്ടാണ്? അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം ഏതാണ്? മീനാണ്. അതുകൊണ്ടാണ് കിങ്ഫിഷർ എന്ന പേര് വന്നിരിക്കുന്നത് അല്ലേ? അവരുടെ അഡാപ്റ്റേഷൻസ് എന്താണെന്ന് നോക്കാം. വെറ്റ് ഫ്രീ ഫെദേഴ്സ്, അതായത് എന്താണ്, നനഞ്ഞ അവരുടെ മേലേക്ക് വെള്ളം ഒഴിച്ചാലും എന്താവില്ല, അവർക്ക് നനയില്ല. അതാണ് വെറ്റ് ഫ്രീ ഫെദേഴ്സ്. അവരുടെ തൂവലുകളൊക്കെ എന്താണ്, വെള്ളം ഒഴിച്ചാലും നനയില്ല. അതാണ് വെറ്റ് ഫ്രീ ഫെദേഴ്സ്. ലോങ് ഷാർപ്പ് ബീക്ക്, അവരുടെ കൊക്ക് എങ്ങനെയാണ്? വളരെ കൂർത്ത വലിയ കൊക്കുകളാണല്ലേ. ഷാർപ്പ് പോയിൻറ്റർ നെയിൽസ്, അവരുടെ നഖങ്ങളൊക്കെ ഭയങ്കര കൂർത്ത നഖങ്ങളാണ്. ഇതൊക്കെ അവരെന്ത് ചെയ്യും? വെള്ളത്തിൽ നിന്ന് മീനിനെ പിടിക്കാനും പിന്നെ മരത്തിൽ അള്ളി പിടിച്ചിരിക്കാനും ഒക്കെ ഇതിനെ സഹായിക്കുന്നത് ഈ സവിശേഷതകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്, കിങ്ഫിഷറിൻ്റെ അഡാപ്റ്റേഷൻസ്. നെക്സ്റ്റ് ഈസ് സ്ക്യുറൽ. സ്ക്യുറൽ എന്ന് വെച്ചാൽ എന്താ? അണ്ണാൻ. അണ്ണാൻ്റെ പ്രത്യേകത എന്താണ്? നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഈ അണ്ണാനെ നമ്മൾ നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടും. അതായത് അണ്ണാൻ രണ്ട് കൈയിലും ഒരു ഭക്ഷണം, എന്തെങ്കിലും നട്ട്സ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കാരി കാരി തിന്നണം. കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ? നിങ്ങളെല്ലാവരും ഒന്ന് അണ്ണാനെ നിരീക്ഷിച്ച് നോക്കണം കേട്ടോ. സ്ക്യുറൽ, അണ്ണാൻ. അതായത് വാട്ട് ആർ ദ അഡാപ്റ്റേഷൻസ് ഓഫ് സ്ക്യുറൽ? ക്ലോസ് ഹെൽപ്പ് ടു ക്ലൈംബ് ഓൺ ട്രീസ്. അതിൻ്റെ കാല് കണ്ടിട്ടില്ലേ? ആ കാല് എന്ത് ചെയ്യും? മരത്തുമ്മൾ അതിനെ മരത്തുമ്മ കയറാനായിട്ട് അതിനെ സഹായിക്കുന്നത് അതിൻ്റെ ക്ലോസ് ആണ്. കളർ ഓഫ് ബോഡി സ്യൂട്ടബിൾ ടു എസ്കേപ്പ് ഫ്രം എനിമീസ്. അവരുടെ കളർ എങ്ങനെയാണ്? മരത്തിൻ്റെ കളറുമായി സാദൃശ്യമുള്ളതാണല്ലേ അവരുടെ കളറ്. അത് അവയെ എന്തിനു സഹായിക്കുന്നു? ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവയെ സഹായിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്, അണ്ണാൻ്റെ അനുകൂലനം അല്ലെങ്കിൽ അഡാപ്റ്റേഷൻസ്. അപ്പോൾ അഡാപ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞേ? ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത്, ഇൻ ഇറ്റ്സ് ഡ്വെല്ലിംഗ് പ്ലേസിൽ ജീവിക്കാൻ വേണ്ടിയുള്ള സവിശേഷതകളാണ് എന്തെന്ന് പറയുന്നത്? അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് അല്ലേ? ഇനി നെക്സ്റ്റ് ഈഗിൾ. ഈഗിൾ എന്ന് വെച്ചാൽ എന്താണ്? ഈഗിൾ എന്ന് വെച്ചാൽ പരുന്ത്. വാട്ട് ആർ ദ അഡാപ്റ്റേഷൻസ് ഓഫ് ഈഗിൾ? ഷാർപ്പ് ആൻഡ് ബെൻഡ് ബീക്ക്, അതായത് വളരെ മൂർച്ചയേറിയതും വളഞ്ഞതുമായിട്ടുള്ള ഒരു കൊക്കാണ് ആർക്കുള്ളത്? ഈഗിളിനുള്ളത്, പരുന്തിനുള്ളത്. ഷാർപ്പ് ആൻഡ് ബെൻഡ് ക്ലോസ്, അവരുടെ കാലിലെ നഖങ്ങളൊക്കെ എങ്ങനെയാണ്? ഷാർപ്പാണ്, അതേപോലെ തന്നെ വളഞ്ഞിരിക്കുന്നതുമാണ്. ഷാർപ്പ് സൈറ്റ്, അവയുടെ കാഴ്ചശക്തി അപാരാണല്ലേ. അവരിങ്ങനെ മുകളിൽ ഇങ്ങനെ വട്ടിട്ട് പറക്കും. താഴെ എന്തെങ്കിലും ഒരു ചെറിയ ഭക്ഷണ സാധനം, അതായത് വല്ല കോഴിക്കുഞ്ഞിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ മുകളിൽ നിന്ന് അവരങ്ങനെ ഊഴിട്ട് ഇറങ്ങി വന്ന് കോഴിക്കുഞ്ഞിനെ പൊക്കിയെടുത്ത് പോവില്ലേ. അത്രയും ദൂരത്ത് നിന്ന് വരെ അവർക്ക് ചെറിയൊരു വസ്തുവിനെ കാണാനായിട്ട് സാധിക്കും. അത്രയും കാഴ്ചശക്തി കൂടുതലാണ് അവരുടെ. അതേപോലെ തന്നെ ആ കോഴിക്കുഞ്ഞിനെ അവരെന്ത് ചെയ്യും? ആ കാലിൻ്റെ ഇടയിൽ ഇറുക്കി പിടിച്ചിരിക്കും അല്ലേ. അതാണ് ഷാർപ്പ് ആൻഡ് ബെൻഡ് ക്ലോസ്. എന്നിട്ട് ആ
വളഞ്ഞു കൂർത്ത ചുണ്ടുകൾ ഉപയോഗിച്ചിട്ട് കോഴിക്കുഞ്ഞിനെ അവർ കൊത്തി തിന്നും അല്ലേ. അപ്പോൾ ഇതൊക്കെ ഈ ജീവിക്കുക, അതായത് ഈഗിളിന് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക തരം സവിശേഷതകളാണ്. അതായത് അവർക്ക് ഈ ഭൂമിയിൽ ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അവർക്ക് ഭക്ഷണം കിട്ടണം അല്ലേ. ആ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക തരം സവിശേഷതകളാണ് ഇതൊക്കെയാണ് ഈഗിളിൻ്റെ അഡാപ്റ്റേഷൻസ്. നെക്സ്റ്റ് ഔൾ. ഔൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, മൂങ്ങ അല്ലേ. ഔൾ പൊസസ് ലാർജ് ഫോർവേഡിങ് ഐസ്. അവളിന് നമ്മൾ പെട്ടെന്ന് തന്നെ കാണുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ എന്താ ശ്രദ്ധിക്കുക, കണ്ണുകളാണ് ശ്രദ്ധിക്കുക അല്ലേ. അവളിന് വളരെ ഭയങ്കര ഫോക്കസ് ആയിട്ടുള്ള ഐസാണ് ഉള്ളത്. വലിയ ഐസാണ് അവരുടെ ഉള്ളത്. അവരുടെ മൂങ്ങയ്ക്ക് പ്രത്യേകതയുണ്ട്. തലയുടെ നേരെ മുൻഭാഗത്തായിട്ട് വലിയ 2 കണ്ണുകളാണ് അവർക്കുള്ളത് അല്ലേ. They can turn entire head to see the backward vision. നമുക്കൊക്കെ എങ്ങനെയാ തല എങ്ങനെ തിരിക്കാൻ പറ്റുക? ഒരു സൈഡിലേക്ക് അങ്ങോട്ടും വലത്തോട്ടും തിരിക്കാം, ഇടത്തോട്ടും തിരിക്കാം അല്ലേ. പക്ഷേ മൂങ്ങയ്ക്ക് അങ്ങനെയല്ല. മൂങ്ങയ്ക്ക് അവരുടെ കഴുത്ത് ഫുള്ള് ഇങ്ങനെ കറക്കാനായിട്ട് സാധിക്കും, അതായത് ചുറ്റും കറക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തുണ്ടാവും, പെട്ടെന്ന് പിറകുവശത്ത് വല്ല ശത്രുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥം എന്തെങ്കിലും അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ തല തിരിച്ച് അത് കാണാൻ സാധിക്കും. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് തല പിറകോട്ട് തിരിച്ച് പിറകിലെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് അവയ്ക്ക് സാധിക്കും. ഷാർപ്പ് പോയിന്റഡ് ബെൻഡ് ക്ലോസ് ഹെൽപ്സ് ദം ടു കിൽ ആൻഡ് ഈറ്റ് ദ പ്രേസ്. കൂർത്ത് വളഞ്ഞ മൂർച്ചയേറിയ നഖങ്ങളാണ് അവർക്കുള്ളത്. അത് അവർക്ക് ഇരയെ പെട്ടെന്ന് തന്നെ കൊന്നു തിന്നാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ദീസ് ആർ ദ അഡാപ്റ്റേഷൻസ് ഓഫ് ഔൾ. അതായത് മൂങ്ങയുടെ അനുകൂലനങ്ങളാണ് ഇതൊക്കെ. നെക്സ്റ്റ് ഈസ് വുഡ് പെക്കർ. എന്താണ് വുഡ് പെക്കർ? എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ. മരം കൊത്തിയെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. Toes with strong nails helps to sit firmly on trees. അതായത് അവരുടെ കാൽപാദങ്ങളിൽ എന്താണ് നല്ല മൂർച്ചയേറിയ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബലമുള്ള നെയിൽസാണ് അവർക്കുള്ളത്, നഖങ്ങളാണ് അവർക്കുള്ളത്. അതവയെ മരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കാനായിട്ട് അവയെ സഹായിക്കുന്നു. അതേപോലെ തന്നെ സ്ട്രോങ് ബീക്സ് ഹെൽപ്സ് ടു സെർച്ച് ഫോർ പ്രേ ബൈ ബ്രേക്കിംഗ് ദ സ്റ്റെം ഓഫ് ട്രീസ്. അപ്പം നമ്മൾ ഈ മരം കൊത്തിനെ എപ്പോഴും കാണുമ്പോൾ എന്താ ചെയ്യണ്ടാവുക? മരം കൊത്തി മരം ഇങ്ങനെ കൊത്തി ഇങ്ങനെ ഇരിക്കണ്ടാവും അല്ലേ. നമ്മൾ സാധാരണ ഒരു കത്തി കൊണ്ടുപോയിട്ട് മരം ഇങ്ങനെ കൊത്താൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കൊത്ത് കിട്ടോ? ഇല്ല. പക്ഷേ അവർക്കപ്പോൾ എന്തോരം മൂർച്ചയേറിയ ശക്തിയുള്ള കൊക്കായിരിക്കും അല്ലേ. ആ കൊക്ക് ഉപയോഗിച്ച് അവരെന്ത് ചെയ്യും? മരം ഇങ്ങനെ കൊത്തിയിരിക്കും. അപ്പോൾ അവർ ശരിക്കും ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മരത്തിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ പ്രാണികളുണ്ടാവും. ആ പ്രാണികളെയാണ് അവർ അങ്ങനെ കൊത്തി തിന്നുന്നത്. അങ്ങനെ ആ ട്രീസിൻ്റെ ബ്രാഞ്ചൊക്കെ കൊത്താനായിട്ടുള്ള ശക്തിയേറിയ മൂർച്ചയേറിയ കൊക്കുകളാണ് അവർക്കുള്ളത്. ദീസ് ആർ ദ അഡാപ്റ്റേഷൻസ് ഓഫ് വുഡ് പെക്കർ. These are the adaptations of some animals and or living organism that we see around us. നമ്മൾ ചുറ്റും കാണുന്ന കുറച്ച് ജീവികളുടെ അഡാപ്റ്റേഷൻസ് ആണ് ടീച്ചർ ഇവിടെ പറഞ്ഞത്. ഇനി നിങ്ങളും ഇതേപോലെ നിങ്ങൾ ചുറ്റും കാണുന്ന കുറച്ച് അനിമൽസിൻ്റെ അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ അഡാപ്റ്റേഷൻസ് നിങ്ങൾ നിരീക്ഷിക്കുക. യു ഒബ്സർവ് ഓരോ ജീവികളുടെയും നിങ്ങൾ നിരീക്ഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് കാണാൻ പറ്റും. അതായത് ഇപ്പം നിങ്ങൾ ചുറ്റും നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേ ചെടികളുണ്ട് അല്ലേ. ചെടികളുണ്ട്, മരങ്ങളുണ്ട്, അതേപോലെ തന്നെ കോഴി ഉണ്ടാവും ഇല്ലേ. അങ്ങനെ കുറേ ജീവികൾ നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾക്ക് കാണാനായിട്ട്, കാക്ക, അങ്ങനെ കുറേ ജീവികൾ നിങ്ങൾക്ക് ചുറ്റും കാണാനായിട്ട് സാധിക്കും ഇല്ലേ. അവയൊക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക. എന്നിട്ട് ഇതേപോലുള്ള അഡാപ്റ്റേഷൻസ് കണ്ടുപിടിച്ച് നിങ്ങളുടെ EVS ബുക്കിൽ എഴുതണം കേട്ടോ. ഓക്കെ, താങ്ക് യു.